ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലുള്ള ഒരു ഫിഗ് അത്തി, അതിനെക്കുറിച്ചിട്ടാണ്. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് ദിവസമല്ല, ഓൾമോസ്റ്റ് ഒരു 1.5 ഇയേഴ്സ്. ഓക്കെ, കുറേ പ്രാവശ്യം കായ്ച്ചു, കുറേ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഈജിപ്ഷ്യൻ അത്തിയാണ് കേട്ടോ. ഈജിപ്ഷ്യൻ അത്തിയാണ്. ഇത് കണ്ടില്ലേ, നിറയെ കായ്ക്കും. ഇങ്ങനെ ഓരോ ഇലയിലും അതിങ്ങനെ കായ വരും, നിറയെ കായ്ക്കും. പക്ഷെ എന്താണ് ഇവിടെ ഇതപ്പോൾ ഒരു 3-4 എണ്ണ കൊണ്ടുപോയി. ഇപ്പം തന്നെ പഴുത്തത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഹെൽത്തിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടും കൂടിയിട്ടാണിത്. ഡൈജഷന്, ഹാർട്ടിന്, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ, ബ്ലഡ് പ്രഷറിന്, അങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ അടുത്ത് 2 തരം അത്തിയുണ്ട്. ഇതാണ്ടില്ലേ, ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇതും വെച്ചിട്ടിപ്പോൾ 1 വർഷം ആവണം. പക്ഷെ നന്നായി വന്നിട്ടുണ്ട്. ഇതുവരെ കായ്ച്ചിട്ടില്ല. അത് ഈജിപ്ഷ്യൻ അത്തിയാണ്. ഇത് എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി, കാരണം ഏത് ടൈപ്പാണെന്നുള്ളത്. ഇതിൽ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഇതിൻ്റെ ഇല നോക്കിയാൽ അറിയാൻ പറ്റും. ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, കാരണം ഞാൻ വിട്ടുപോയതാ, ഓർത്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇത് കായ്ച്ചിട്ടില്ല. കായ്ച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഫ്രൂട്ടും കൂടി കാണിച്ചു തരാം. പിന്നെ വളപ്രയോഗം എപ്പോഴും പറയുന്ന മാതിരി ജൈവമായിട്ടുള്ള വളപ്രയോഗമാണ്. പിന്നെ ഇതിനകത്ത് പെസ്റ്റിസൈഡൊന്നും അങ്ങനെ ചെയ്യേണ്ടി വരില്ല. കാരണം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ വേപ്പെണ്ണ മിശ്രിതം, അങ്ങനത്തെ ജൈവമായിട്ടുള്ള പെസ്റ്റിസൈഡ്സൊക്കെയാണ് എല്ലാറ്റിനും ചെയ്യാറ്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ചിട്ട് വളം വർഷത്തിലൊരു 2-3 പ്രാവശ്യം ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഫ്രൂട്ടൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. മുറിച്ച് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇത് എല്ലാവരും ചെടി വെച്ച് നടുക. ഡ്രമ്മിൽ വയ്ക്കാം, താഴെ വെച്ചാലും നമുക്ക് പ്രൂൺ ചെയ്ത് നമുക്ക് നിർത്തിയാൽ നല്ല കുറ്റി ചെടിയായിട്ട് വളരും, നിറയെ കായ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ഫിഗ് സൗകര്യമുള്ള മാതിരി ഡ്രമ്മിലോ താഴെയോ എല്ലാവരും നട്ട് വളർത്തുക. ഓക്കെ, സോ എല്ലാവർക്കും നൈസ് ഡേ. Thank you.